ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ജനുവരി 10 2024. എന്നാ കളിക്കുടിക്കെടുക്കാൻ മറന്നുപോയാ? വാ വാ വാ. അപ്പോൾ ഗ്രേസ് അങ്ങനെ സ്കൂളിലേക്ക് പോകാനായിട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേപ്പറിൻ്റെ മെയിൻ ഹെഡിങ് എന്ന് പറയാനായിട്ട് കമാൻഡോ ഓപ്പറേഷൻ ഇത് തന്നെയാണ്. ബാഡി കഴിഞ്ഞാ അമ്മൂമ്മോട് പറഞ്ഞോ ഇവിടെ പോകണ്ടോ? ആ ചാടിക്കോട്ടാ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒടുങ്ങി തുള്ളി ചാടി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വേലിമ പോയി ചെടി ഉറക്കല് അത് ഉറക്കല് ഓടല് ചാടലൊക്കെയാണ് പരിപാടി. ഇന്ന് ഗ്രേസിന് കളർ ഡ്രസ്സാ. പറഞ്ഞു കൊടുത്ത അതേപോലെ തന്നെ പറഞ്ഞു. എടുത്തി സ്വന്തമായിട്ട് പറയോ? ആ ഗ്രേസിൻ്റെ ബസ് വന്നു. അവിടെ നിന്ന് ഇപ്പോൾ ബസ് തന്നെയാണ് കേട്ടോ. പിന്നെ ബസ്. അപ്പോൾ ഗ്രേസ് അങ്ങനെ പോയി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കാപ്പി എൻ്റെ വകയാണ് കേട്ടോ. ഓഹോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്സസ് സെലീനയുടെ സൗണ്ട് അങ്ങനെ പൊന്തി തുടങ്ങിയിരിക്കുന്നു. പൊന്തലില്ല. എന്ത് പൊന്താണ്ട്? ഇപ്പൊ പൊന്തിയില്ലേ? അത് നീ അങ്ങനെ പറഞ്ഞപ്പോ പൊന്തിയതാണ്. പൊന്തിച്ചതാണ്. കുടിക്ക് കാപ്പി കുടിക്ക്. മധുരട്ട കാപ്പി കുടിക്ക്. മധുരം കൂടി പോയി. എന്താ നോക്ക അഹങ്കാരേ. അമ്മക്ക് ഇത്ര ദിവസം ചായ അല്ലെങ്കിൽ ഒരു ഇച്ചിരി മധുരട്ട് താടാന്നൊക്കെ പറയുന്നത് മനസ്സിലാവില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ പറയും. അപ്പം അങ്ങനെ മധുരട്ട് കൊടുത്ത് പിന്നെ പറയാം മധുരം കൂടുതലാണ്, ഇത്ര മധുരം എനിക്ക് വേണ്ടായിരുന്നു. എന്താ ചേച്ചി? നമസ്കാരം. സുഖല്ലേ? എന്തെങ്ങനെ ഇരിക്കണേ? എന്നാലും ഗ്രേസ് പോയി കഴിഞ്ഞ ആ ഒരു സമാധാനത്തിൽ ഇരുന്നാണോ? പിന്നെ എന്നാലും പറ. കാപ്പി ഞാൻ വെച്ച കാപ്പി എന്നാ കുടിക്ക്. ഞാൻ വെച്ച കാപ്പി ഇവിടെ നിന്ന് കുടിച്ചോ മോള്. ഞാൻ വലിച്ചു ചേർത്തിട്ടോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ജാസ്മി വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ജാസ്മി. അതെ കുറെ നാൾക്ക് ശേഷം. ഞങ്ങൾക്ക് ഇവിടെ ചുമയും പനി എന്ന് പറഞ്ഞ ശേഷം ജാസ്മിന്റെ ഏരിയയിൽ കണ്ടിട്ടില്ല. അതിന് ഒരു മാസത്തിന് ശേഷം ജാസ്മി വന്നിട്ടുണ്ട്. ഹായ് പറയൂ. വീടിന് എന്തെങ്കിലും പറയണ്ടോ? 2 ചുമ അടുത്തിരുന്ന് നന്നായിട്ടാണ് ചുമച്ചോ. സ്റ്റാർട്ട്. അതെ ചുമക്ക്. അപ്പൊ ഞാനീ അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നമ്മുടെ സിസ്റ്റർമാരെ കൊണ്ടുവരാനായിട്ട് പോകണ്ടോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ വാച്ചിന്റെ അതേ പുതിയ കേബിൾ ഇപ്പൊ ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ടായി. നമ്മുടെ പഴയ കേബിള് ഒരു വാച്ച് ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറി പോയതായിരുന്നു. ഇപ്പൊ പിന്നെ കാണുന്നുണ്ടല്ലോ വീഡിയോഗ്രാഫർ കണ്ടോ? പിന്നെ ഒരെണ്ണം ഉള്ളിൽ കയറി പോയി. പിന്നെ ഞാൻ വലിച്ച് നെയിൽ കട്ടറോണ്ടൊക്കെ വലിച്ചൊക്കെ എടുത്ത് റെഡിയാക്കി എടുത്തായിരുന്നു. പക്ഷെ വീണ്ടും പോയി. അപ്പൊ നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് എന്താ ചേട്ടനെ വിളിക്കുന്നു. വെള്ളം കുറച്ചിട്ട്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ പുതിയ കേബിൾ വന്നിട്ടുണ്ട്. സെയിം തന്നെയാണ്. ഒറിജിനൽ ആണോ? രണ്ടുപേരും അടുത്തേക്ക് വന്ന് ചാടി പിടിച്ചു. അല്ല ഒറിജിനൽ ആണോന്ന്? ഇതിന്റെ തന്നെയാണോന്ന്? ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ആണോ? ഒറിജിനലിന് ഞാൻ നോക്കുമ്പോ 2000 അച്ചാക്ക് നല്ല അപ്പ സന്തോഷമായിരിക്കും. ഇതിന് 499 രൂപയാണ്. ഇതിന്റെ ഒറിജിനലിന്റെ 2990 രൂപ. അപ്പൊ എനിക്ക് തോന്നി 499 രൂപയുടെ 5 മേടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒറിജിനലിന് അങ്ങനെ ചിന്തിക്കരുത്. ചെലപ്പോ ചാർജ് കുറവ് കയറുള്ളെങ്കിലോ അതൊക്കെ കയറിയാ ഒരു ദിവസം കയറിയാണെങ്കിൽ ആണോ? ചാർജ് പോകാനില്ല. അപ്പൊ നമ്മുടെ വാച്ചിന് വീണ്ടും ചാർജറായി. ഇനി വീണ്ടും വാച്ച് കെട്ടാം.
അപ്പം അങ്ങനെ അതേ ജാസ്മി തിരിച്ചു പോവാണ്. ബൈ ബൈ. എപ്പോഴാ? നാളെ വരട്ടെ. അപ്പോൾ നമ്മുടെ ജാസ്മിയുടെ ചാനലിലേക്കുള്ള വീഡിയോ എടുക്കൽ വീണ്ടും തുടങ്ങാൻ പോവാണ്. പനിയും ചുമയായതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് വീട്ടിലേക്ക് കയറ്റണ്ടായില്ല വീഡിയോ എടുക്കാനായിട്ട്. ഓക്കെ ഓക്കേടി, ടാറ്റ. മിഡും സ്റ്റീവും കൂടിയും കാറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. അവിടെ ഡ്രൈവിംഗ് ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഹലോ. അപ്പൊ നമ്മുടെ ചീവിക്കുട്ടൻ നീ വണ്ടി ഓടിക്കാൻ വന്നിട്ടുണ്ട്. എടാ മേത്തേക്ക് എവിടെ എന്തൊക്കെ തിരിക്കണം, എന്തൊക്കെ വലിക്കണം, പറക്കണം നോക്കിയോണ്ട് നടക്കണേ. എങ്ങടാ ആ സൈഡിലൊക്കെ നോട്ടം കഴിഞ്ഞാ? ഇനി അതാ തുറന്നു നോക്കാനുള്ളൂ. ബാക്കി എല്ലാം ആയിണ്ട് ഏകദേശം. എന്നിട്ടാ പെരുങ്ങണേ? എന്താ ലക്ഷ്യം? മോനെ അവിടെ ഇരുന്നോ? ഉറങ്ങണോ? എന്തുട്ടാണ്ട് എവിടേക്കാണ്ട് ഇങ്ങനെ പിടച്ചു കയറി ഇങ്ങനെ പോവാണ്. മിടുവിനെ വണ്ടി ഓടിക്കാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ കൊണ്ടുപോകണം. എനിക്ക് ഓടിക്കുന്ന ആഗ്രഹം സമയം കിട്ടല്ല. എന്തിട്ട് ചെയ്യണ്ടേ മിടു? ഒരു രക്ഷയില്ലാന്ന്. അനങ്ങാൻ പറ്റാത്ത പോലത്തെ പടികളാണ് ഒക്കെല്ലോ. അപ്പൊ ഇനി എൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഐറ്റമാണ്. ജ്യൂസോ ഷെയ്ക്കോ എന്താണെങ്കിലും പറയാം. ആദ്യം നമ്മൾ ഒരു ഇച്ചിരി പാൽപ്പൊടി ഇടും. ഇച്ചിരി ഇടാം. നമ്മൾ ഇനി എടുത്തേക്കുന്നത് എവരിഡേ എന്നുള്ള പാൽപ്പൊടി ഉണ്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ബ്രെഡിനെ ഇങ്ങനെ ചെറിയ പീസുകളാക്കി ഇടാണ്. ഒരേ ഒരു ബ്രെഡ് കേട്ടോ, കുറേ ആവരുത്. ഒരേ ഒരു ബ്രെഡ്. ഇതിലേക്ക് നമ്മൾ എനർജിക്കായിട്ട് ഒരു 6 ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഹെവി ആയി പോയി. ഇതിന്റെ ഉച്ചക്കലത്തെ ഭക്ഷണമാണ്, ചോറല്ലെന്ന്. വീടിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, പേര് പേരിക്കുന്നുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ റോബസ്റ്റ് പഴം, വേറെ കടയിൽ നിന്ന് മേടിച്ച് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അല്ല, പഴം നമ്മുടെ വീട്ടിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പഴം തന്നെയായിരിക്കണം. ആ പഴത്തെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിടാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പറമ്പിൽ നമ്മൾ വാഴക്കന്ന് വെച്ച് മുളപ്പിച്ച് ഉണ്ടാക്കി കിട്ടിയ വാഴപ്പഴം തന്നെ വേണം ഉപയോഗിക്കാൻ. ഈ ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ പകുതിയുടെ മുകളിൽ വെള്ളം നിൽക്കണം. ഇത്ര വെള്ളം എന്നിട്ട് അടിച്ചിട്ട് ഞാൻ ഷേക്കായിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ചോക്കോ മോങ്കോ റെഡി ആയിട്ടുണ്ട്. ഞാൻ പേരിട്ടു. ചോക്കോ ബ്രെഡോന്ന്. ഇതില് അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പേര് കിട്ടിയത്, ചോക്കോ മോങ്കോ. മോങ്കോ വേണ്ട, ബ്രെഡും ബനാനയല്ലേ? അതുകൊണ്ട് ഇതിന്റെ പേര് ചോക്കോ മോങ്കോ എന്നാണ്. ബോങ്കോ ബനാനയുടെ ബായും, നമ്മള് പേരിട്ടാണ് ചോക്കോ ബനാനയുടെ ബായും ബ്രെഡിന്റെ ബോയും. അപ്പൊ ഇതാണ് നമ്മുടെ ചോക്കോ മോങ്കോ. കുടിച്ചിട്ട് അഭിപ്രായം പറയാം. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. കുടിച്ചിട്ട് അഭിപ്രായം പറയാം മോളെ. സൂപ്പർ, ഒന്നും പറയാനില്ല. അടിപൊളിയല്ലേ? ഉച്ച നേരത്തെ പറഞ്ഞാൽ കുടിച്ചാണെങ്കിൽ കിട്ടില്ല. ഹെവി. പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമേ ഇല്ല അന്നത്തെ ദിവസം. സൂപ്പർ. ഇച്ചിരി മടിയാനുണ്ടായിരുന്നു നമ്മുടെ പാൽപ്പൊടി. അതെങ്ങനെ വിശപ്പ് മാറുമ്പോ അങ്ങനെ പറഞ്ഞു തോന്നും. വീട് സത്യം പറഞ്ഞാൽ ഒഴിച്ചിപ്പിച്ച് കൂടിപ്പോയി. എനിക്ക് ഇച്ചിരി കിട്ടിയിട്ടുണ്ടായുള്ളൂ. ഇച്ചിരി തരുമോ? നീ കണ്ടറിഞ്ഞു ചോദിച്ചോ? ഞാൻ ഒന്നും ചോദിക്കാനല്ലേ. നിങ്ങൾക്ക് എന്തോരം ഒഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചോ? ഒഴിക്കേ. ഞാൻ ഒന്നും പറയാനില്ല, എത്ര വേണമെന്നൊന്നും പറയാനില്ല. എത്ര ട്രിപ്പ് ആയാലും നീ എനിക്ക് ഇഷ്ടമില്ല. അതിന് കൂടുതലുണ്ടായിരുന്നു. അത് ഓക്കെ എന്ന് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. നീ ഇപ്പൊ തൽക്കാലം വെച്ച് ചോദിച്ചതാ. കണ്ടറിഞ്ഞു ചോദിക്കും. ഞാൻ ചോദിക്കില്ല, ഞാൻ കണ്ടറിഞ്ഞിരിക്കും. നീ കണ്ടറിഞ്ഞ എനിക്ക് എന്തോരം തരാൻ എന്നോട് എന്തൊരു ഇഷ്ടമുണ്ട്, അതാണ് നീ ചോദിക്കേണ്ടത്. ഇടുവോ? ഞാൻ ചോദിക്കില്ല. സൂപ്പറല്ല, ഗ്രേസ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. ചോക്കോ മോങ്കോ ട്രൈ ചെയ്യണം.
അഭിപ്രായം വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ട്രൈ ചെയ്യണം. ബ്രെഡ് ഇട്ടിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്യണേ ഇല്ല കേട്ടോ. ബ്രെഡ് ഫീല് ഞങ്ങളുടെ കയ്യിലുള്ള പൊടിക്കേകളല്ലേ. ഇതൊരു സൂപ്പർ കൊള്ളാം, അടിപൊളി. നമ്മൾ മേടിച്ചു കുടിക്കണേക്കാളും സൂപ്പർ. ചോക്കോമോങ്ക കടകളിൽ അവൈലബിൾ അല്ല. ഇന്നലെ വൈകുന്നേരത്തെ ഇഞ്ചക്ഷനോടുകൂടി കൈമേത്തെ സൂചിയൊക്കെ ഊരി ഫ്രീ ആയി. കഴിഞ്ഞ ക്ലീനിങ് മൊത്തം കച്ചറയാണല്ലേ. ഫുള്ള് പുതിയ എനിക്ക് കോഴിക്കോട് വൃത്തിയാക്കണം. ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു കോഴിക്കോട് വൃത്തിയാക്കണം, അത് നടന്നിട്ടില്ല. എന്തായാലും ഇവിടുത്തെ ചവറ അടിച്ച് ഇതവിടെ വരെ ആക്കിയിട്ട് ഞാൻ കോഴിക്കോടിൻ്റെ അടുത്തേക്കും. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ, അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്പുറത്തെ സൈഡ് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. ഓരോ സൈഡ് ക്ലീൻ ചെയ്യുന്നതാണ് വീഡിയോയിൽ. അപ്പോൾ എന്തായാലും അപ്പുറത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ. ബൈ ബൈ പറ. ബൈ ബൈ. എനിക്കൊരു പുച്ഛമില്ല ചേട്ടാ, എന്നോടാണോ പറയണേ എങ്ങനെ എനിക്കറിയില്ലല്ലോ. ആരും ഇല്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല ചേട്ടാ, എനിക്കൊരു കുശുമ്പില്ല. എന്ത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ചെയ്തേക്കാം.